താനൂർ കല്യാണത്തിന് നമ്മൾ എത്തി നിൽക്കുകയായിരുന്നു. പുയ്യാപ്പിളയാണ് ഇന്നുണ്ട്. തന്നെ. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗംഭീര ദിവസമാണ്. അതെ അതെ. എല്ലാ ആശംസകളും. ഇലക്ഷൻ വരാൻ പോകുന്നു. വോട്ട് ചെയ്യണം. ആർക്കാ വോട്ട് ചെയ്യുന്നത്? അതിപ്പോ പറയുന്നില്ല. വികസനം വരട്ടെ, നാട് വളരട്ടെ. LDF വോട്ട് നടത്തുന്നുണ്ടോ? ഇല്ല, പിന്നെ പറയാം. അപ്പൊ എല്ലാ ആശംസകളും. അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ്. പേരെങ്ങനെയാ? ഷാക്കിർ. നാട് ഇവിടെ തന്നെ? അതെ, മലപ്പുറം തിരൂർ പൊന്മുണ്ടം. അപ്പൊ പൊന്മുണ്ടത്തെ ഷാക്കറാണ് പുയ്യാപ്പിള. അവന്റെ കല്യാണത്തിന് വന്ന. അപ്പൊ അങ്ങോട്ട് പോട്ടെ. അപ്പൊ എങ്ങോട്ടാ പോട്ടെ നമുക്ക്? അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതാണ് ഇവിടെ ഭക്ഷണം കഴിക്കാതെ പരിപാടി ഉണ്ടോ അവിടെ? LDF സ്ഥാനാർത്ഥി വന്നു. അല്ല, ഭക്ഷണം കഴിക്കാൻ പോകുന്ന പരിപാടിയില്ല. അതുണ്ട് ഇല്ല, ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ LDF സ്ഥാനാർത്ഥി സാർക്ക് അവസരം എന്തുണ്ട്? നല്ല ജയിക്കും 100%. അത് സംശയമില്ല, ഒരു സംശയം വേണ്ട. പി കെ നവാസ് പറയുന്നത് ഇത്തവണ തിരിച്ചു പിടിക്കുന്ന പറയുന്നത്. അല്ല, എനിക്കൊരു ഭൂരിപക്ഷം കൂടും. ഭൂരിപക്ഷം കൂടും. നല്ല ചൂടായിട്ട് പ്രചരണം ഉഷാറായി പോകുന്നുണ്ട്. എല്ലാ കല്യാണ വീട്ടിലും കയറുന്നുണ്ട്. കല്യാണ വീടും മരിച്ച വീടും നമ്മളെ കാണുന്നു. ജനങ്ങൾ എവിടെയൊക്കെയുള്ള അവിടെ കയറും. നാട്ടുകാരല്ലേ? ഈ നാട്ടുകാരനാണ്, താന്നൂക്കാരനാണ്. നാട്ടുകാർക്ക് അറിയാം. എല്ലാവരും അറിയാം. അപ്പൊ ചൂട് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പ്രചരണത്തെ ബാധിക്കുന്നില്ല. ഇല്ല. ഞാൻ 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതെ. അപ്പൊ എല്ലാവരും വിജയാശംസകളും. ഗംഭീരമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, LDF സ്ഥാനാർത്ഥി ഇവിടുത്തെ സമീർ തിരുത്തിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികളൊക്കെ ഈ മേഖലയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കല്യാണ വീട്ടിലും ഈ പറയുന്ന ആൾ കൂടുന്ന വേദിയിലൊക്കെ ഉണ്ട് താനും. നമ്മുടെ ഗോകുൽ K വേണുഗോപാൽ കുടിച്ചിരുന്നു. ഗോകുൽ, അപ്പോൾ താനൂരാണ് കട്ടക്കെട്ട മത്സ്യം നടക്കുന്ന സ്ഥലമാണ്. എന്താ ഒരു അവസ്ഥ? ഫൈറ്റാണോ? ഫൈറ്റ് നല്ല കട്ടക്കുള്ള ഫൈറ്റാണ് വരുന്നത്. അതായത് അബ്ദുറഹ്മാൻ ഇവിടുന്ന് മാറിയത് ആദ്യഘട്ടത്തിൽ LDFന്റെ ഇടയ്ക്കിൽ ഒരു ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അബ്ദുറഹ്മാൻ തന്നെ നിർദ്ദേശിച്ച ഒരു കാൻഡിഡേറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. 57 തന്നെ മണ്ഡലം രൂപീകരിക്കുന്നു. ആ സമയത്ത് തന്നെ മുസ്ലിം ലീഗിന് ശക്തമായ അടിത്തറയുണ്ട്. കഴിഞ്ഞ 2 തവണ അബ്ദുറഹ്മാനാണ് ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അത് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പോരാട്ടം. അബ്ദുറഹ്മാൻ ഇവിടുന്ന് ഒളിച്ചോടി തരത്തിലുള്ള പ്രചരണങ്ങളാണ് UDF നടത്തുന്നത്. മാത്രമല്ല പി കെ നവാസ് ഇങ്ങോട്ടേക്ക് വരുന്നത് MSFന് മുസ്ലിം ലീഗ് ആദ്യമായിട്ടൊരു സീറ്റ് കൊടുക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അബ്ദുറഹ്മാൻ ഉണ്ടായ മെജോറിറ്റി എന്ന് പറയുന്നത് 1000 താഴെ വോട്ടുകൾ മാത്രമാണ്. അതെ, അതാണ് ആ 1000 താഴെയുള്ള വോട്ടുകൾ മാത്രമാണ് മെജോറിറ്റി എന്ന് പറയുമ്പോൾ അതിനെ കുറച്ച് പിടിച്ചെടുക്കാൻ വലിയ പ്രയാസമില്ല എന്നൊരു വിലയിരുത്തലാണ് UDF ക്യാമ്പിനുണ്ട്. മാത്രമല്ല നേരത്തെ ഈ താനൂരൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഈ മുത്തുക്കോയ തങ്ങളൊക്കെ, അതെ ആ വിഷയം. അപ്പോൾ പ്രിയപ്പെട്ട പക്ഷേ നമ്മൾ കല്യാണ മണ്ഡപത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല്യാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നല്ല ബിരിയാണിയാണോ? സൂപ്പർ ബിരിയാണി. മലബാർ ബിരിയാണി കഴിക്കുന്നില്ല, ഇരുന്നോളും. എന്തായാലും കഴിക്കണം. ഇലക്ഷൻ ഒക്കെ വരികയാണ്. ഇലക്ഷൻ വരാൻ വോട്ട് ചെയ്യണം. പിന്നെ തീർച്ചയായും ആർക്ക് വോട്ട് ചെയ്യും പറയുന്നില്ല. നമുക്ക് എന്താ പറയാ, നമ്മളെ ഭരണത്തിന് എല്ലാത്തിനും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യും. അപ്പൊ ഇവിടെ നല്ല ചിക്കൻ ബിരിയാണി ഭക്ഷണം കഴിച്ചോ? കഴിക്കങ്ങോട്ട്. എന്താണ് ഇലക്ഷൻ അവസ്ഥ? എന്താണ്? സിമ്പിൾ ആയിട്ട് ഇവിടെ താനൂര് നിലനിർത്തും, അബ്ദുറഹ്മാൻ ജയിക്കും ചെയ്യും. താനൂര് നിലനിർത്തും, തിരൂര് വി അബ്ദുറഹ്മാൻ പിടിക്കും. തീർച്ചയായും പിടിക്കും. കാരണം വെച്ചാൽ 60 വർഷത്തെ ലീഗിന്റെ കോട്ടയാണ് വി അബ്ദുറഹ്മാൻ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് നമ്മൾ വെറുതെ ശല്യപ്പെടുന്നത് ശരിയല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ശരിയല്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അപ്പോൾ നമ്മൾ താനൂരിൽ നേരെ പോകുന്നത് എങ്ങോട്ടെന്നറിയോ? താനൂരിൽ നേരെ ഉദുമയിലേക്ക് പോവാണ്. ഉദുമയിൽ ദില്ലാം അത് ചേരുന്നുണ്ട്. ദില്ലയിലേക്കാണ്. ദില്ലാം അപ്പം നല്ല കട്ട വെയിലാണ്. മൊട്ട വെയിൽ എന്നൊക്കെ നാട്ടിൽ പറയുന്നുള്ള വെയിലാണ്. പക്ഷേ ആ വെയിലത്തും ഏതെങ്കിലും തരത്തിൽ ആവേശത്തെ ചോർത്താൻ കഴിയുന്നില്ല. കാര്യം ഇനി 3 നാൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓരോ വോട്ടും നിർണായകമാണ്. അപ്പം സ്ഥാനാർത്ഥികളൊക്കെ നെട്ടോട്ടത്തിലാണ്. അവിടെ അത് തന്നെയല്ലേ അവസ്ഥ? ദില്ലാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.